ഇന്നും ഗസയിലെ വെടിയൊച്ചകൾ നിലച്ചിട്ടില്ല. വാർത്തകളിൽ നമ്മൾ വല്ലാതെ വായിക്കുന്നില്ല എന്നേ ഉള്ളൂ. എത്രയെത്ര അഭയാർത്ഥികളാണ് ലോകത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് യാത്രയായിക്കൊണ്ടിരിക്കുന്നത്, കടലിലെ ബോട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര കുട്ടികളാണ് അനാഥരായി പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര ആളുകളാണ് ഗ്യാസ് ചേംബറുകളിൽ നിരപരാധികൾ പെടഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര നിരപരാധികളാണ് ജയിലറകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊക്കെ ഈ പ്രയാസമുണ്ടാകാൻ കാരണക്കാരായവരാകട്ടെ അവർ ഈ രാജ്യത്തിന്റെ മുകളിലൂടെ വിലസുകയാണ്. അവരെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയുന്നില്ല, ഒരന്താരാഷ്ട്ര കോടതികൾക്കും സാധിക്കുന്നില്ല. എന്നാൽ ഓർത്തുവെച്ചോ, ഏതൊരു അന്താരാഷ്ട്ര കോടതിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടാലും ഇതിനൊക്കെ കാരണക്കാരായവർ ആരായിരുന്നാലും അവർക്കൊരു നാള് വരാനുണ്ട്. ആ നാളിന്റെ പേരാണ് പരലോകമെന്ന് പറയുന്നത്. ഒരാളെയല്ല, ആറ്റം ബോംബെറിഞ്ഞ് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊല്ലാൻ ആരാണോ കാരണക്കാരനായവൻ ആ ആളെ 1,00,000 പ്രാവശ്യം കൊല്ലാൻ, ജീവൻ കൊടുത്തു കൊല്ലാൻ കഴിയുന്ന നാളിന്റെ പേരാണ് പരലോകമെന്ന് പറയുന്നത്. മാലികി യൗമിദ്ദീൻ, പ്രതിഫല നടപടിയുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അങ്ങനെ ഒരു ദിനുണ്ട് സുഹൃത്തുക്കളെ.